ചെക്ക്. ഒരുപാട് നേരം ആലോചിച്ചിട്ട് ഒരു കാര്യമില്ല. ചെസ് എന്ന് പറഞ്ഞാലേ രാജരക്തം ശരീരത്തിൽ ഓടുന്നവർക്കേ ഇത് കളിക്കാൻ പറ്റുള്ളൂ. എന്റെ അങ്കിളെ ഒന്ന് സമാധാനമായിരിക്കും, ഞാനൊന്ന് ആലോചിച്ചോട്ടെ. ഒരു മാസം ഇരുന്ന് ആലോചിച്ചാ ബുദ്ധിമുട്ടാവും. എന്റെ മന്ത്രിനെ വെട്ടിയാ? എങ്ങനെ വെട്ടി? ഒന്ന് കാണിച്ചേ. ഈ കുതിരയെ കൊണ്ട് എങ്ങനെ വെട്ടി? സത്യം പറ, അങ്ങളുടെ ശരീരത്തിൽ രാജരക്തം തന്നെയാണ് ഓടണേ? ആയിരുന്നു. എന്റെ കിഡ്നി ഫെയിലിയർ ആയിട്ടുള്ള കാര്യം ഞാൻ നിന്നോട് പറഞ്ഞിട്ടില്ലേ? ഇല്ല. എന്നാ എന്റെ കിഡ്നി ഫെയിലിയർ ആയിട്ടുണ്ട്. ആ സമയത്ത് ഡയാലിസിസ് നടത്തിയിരുന്നു. എന്ന് പറഞ്ഞാൽ എന്റെ രക്തം മാറ്റുകയും വേറൊരാളുടെ രക്തം കയറ്റുകയും ചെയ്തു. ആ രക്തം ഏതോ ബുദ്ധിയില്ലാത്ത ഒരു കൂലിപ്പണിക്കാരന്റെ ആയിരുന്നു. ഞാനും വിചാരിച്ചു എങ്ങനെയാ ഈ കുട്ടി എന്റെ മന്ത്രിയെ വെട്ടിയത്. എന്തിനാ അങ്കിളെ വെറുതെ പുളു അടിക്കുന്നേ? കൊറേ നാളായി ഞാൻ പറയുന്നു വിചാരിക്കണേ. ഗോവന്റെ അടുത്ത് എടുക്കണ കളി എന്റെ അടുത്ത് വേണ്ടാട്ടാ. അത്യാവശ്യം അങ്ങോട്ട് പറയുന്നത് സമ്മതിക്കാൻ തയ്യാറുണ്ടെങ്കിൽ മാത്രം ഇവിടെ താമസിച്ചാ മതി. വൈദ്യനാഥനാ? എന്താ വൈദ്യനാഥ? അളിയൻ വരാൻ പറഞ്ഞു. എന്നോടോ? അല്ല, എന്നെ അങ്കിൾ. ആ സരോജം വന്നൂലോ. എന്താ സരോജം? മാഡം വിളിക്കുന്നു. ഹൈ, എന്തിനപ്പൊ രണ്ടുപേരും വിളിക്കണേ? എന്താ കാര്യം? അല്ല, സ്വാമിനാഥനെ കുറിച്ച് എന്തോ അറിയാന്ന് പറഞ്ഞു. അതെങ്ങനെ അവിടെ അറിഞ്ഞു? എനിക്കിപ്പോ അത്യാവശ്യം ഒന്ന് പുറത്തു പോകേണ്ട കാര്യമുണ്ട്. എപ്പോഴാ കാണാൻ പറ്റുമെന്ന് രണ്ടുപേരും ഞാൻ അറിയിക്കാം. ഓ എന്താ മേഡം ഇങ്ങോട്ടൊക്കെ? അല്ലെങ്കിൽ പുറത്തേക്കൊന്നും കാണാറില്ല. എനിക്കൊരു കാര്യം അറിയാനുണ്ട്. ഞാൻ കേട്ടത് സത്യമാണോ? അതിപ്പോ കാര്യം എന്താണെന്ന് അറിയാതെ ഞാൻ... പ്ലീസ്, കുട്ടി അറിയുന്ന സ്വാമിനാഥൻ എന്റെ മകനാണെങ്കിൽ എനിക്ക് അവനെ കുറിച്ച് അറിയണം. അത് വല്ലാത്തൊരു കൺഫ്യൂഷനില്ല ഞാൻ. മോളെ, നിന്റെ ഉദ്ദേശം എനിക്കറിയില്ല. എന്നാലും ഇതൊരു കുട്ടിക്കളിയായിട്ട് കാണരുത്. മകനെ നഷ്ടപ്പെട്ട ഒരു അമ്മയുടെ വേദന അതിപ്പോ നിനക്ക് മനസ്സിലാവില്ല. പറയ്, എന്റെ മോൻ എവിടെയാ? ഐ എം സോറി, ഞാൻ പറഞ്ഞില്ലേ എനിക്കിപ്പോ കുറച്ച് തിരക്കുണ്ട്. പിന്നെ കാണാം. എടി, ഗർഭിണികൾ പൊതുവെ പച്ചമാങ്ങയല്ലേ കഴിക്കാറുള്ളത്? അതെ. പിന്നെ നീ എന്താ മുങ്ങി നടന്നാലും നിന്നെ ഞാനൊന്ന് പൊക്കും. ഇത് വെച്ചാ പെട്ടെന്ന് ആളെ തിരിച്ചറിയാതിരിക്കാൻ സഹായിക്കും. കഴിഞ്ഞ തവണ നീ എന്നെ പഞ്ചാര വർത്താനത്തിൽ വീഴ്ത്തി. ഇനി നിന്നെ എന്റെ കയ്യിൽ കിട്ടിയാ ഞാൻ ശരിക്കൊന്ന് പെരുമാറുന്നുണ്ട്. എന്നിട്ട് നിനക്ക് തരാൻ ഉദ്ദേശമില്ലെങ്കിൽ നിനക്ക് ഞാൻ വയറ് നിറച്ചു തരും. ഇപ്പൊ നിനക്ക് മനസ്സിലായടാ? വയറ് നിർത്താൻ നിനക്ക് എന്റെ ഭാര്യ മാത്രമേ കിട്ടുള്ളൂ അല്ലേടാ? എന്താടാ, എന്താ ഇവിടെ പ്രശ്നം? ഇവൻ എന്റെ ഭാര്യ അസഭ്യം പറഞ്ഞു സാർ. ആണോടാ? ഇല്ല സാർ. ഇല്ല സാർ. സാർ നിർബന്ധിക്കണേ പറയും. ഞാൻ നിർബന്ധിച്ചിരിക്കുന്നു. ഞാനല്ലേ ഏറ്റിരിക്കുന്നു സാർ. എല്ലാം ഞാൻ ഏൽപ്പിച്ചിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് പരാതി ഉണ്ടെങ്കിൽ ഞാൻ ആക്ഷൻ എടുക്കാം. വേണോ? പരാതി ഒന്നുമില്ല സാർ. ഇതുപോലെ വയറ് നിറച്ചും കൊടുത്താൽ മതി. എന്നാ പിന്നെ നിങ്ങൾ വെക്കോ. ഇവന്റെ കാര്യം ഞാൻ ഏറ്റു. അന്നേ ഡോക്ടർ പറഞ്ഞതാ എനിക്ക് കുട്ടികൾ ഉണ്ടാവില്ലെന്ന്. അങ്ങോട്ട് നടക്കടി. അടുത്തോട്ട് സാറേ, ഞാൻ വികലാംഗൻ. എനിക്ക് 4 ഭാര്യ, അല്ല ഒരു ഭാര്യ 4 കുട്ടികളുള്ളതാ. വികലാംഗനായിട്ട് നിനക്ക് 4 ഭാര്യമാരും 4 മക്കളൊക്കെ ഉണ്ടല്ലേ? നീ വികലാംഗനായതുകൊണ്ടും അവർക്ക് പരാതിയൊന്നും ഇല്ലാത്തതുകൊണ്ടും നിന്നെ ഞാൻ വെറുതെ വിട്ടിരിക്കുക. ഇനി മേലാൽ ഈ ഏരിയ കണ്ടുപോരുത് കേട്ടോ. വിട്ടോ വിട്ടോ, കേറൂ. കുറെ എണ്ണം വയറും പിറപ്പിച്ചിറങ്ങും മനുഷ്യന് പണിയുണ്ടാക്കാൻ. അവിടെ നീ തന്നെ ആണെങ്കിൽ നിന്നെ കൊന്നു കളയും പന്നി. ഞാൻ ഫാഷൻ ഷോക്ക്. നീ ഒന്നും മിണ്ടരുത്. നീ കാരണം എനിക്ക് അടിയുടെ പെരുന്നാളായിരുന്നു. ചേട്ടാ, എനിക്ക് പുതിയ ജോലി കിട്ടി. ചേട്ടാ, 1 മാസം കൂടി സമയം തന്നെ. നീ ഒന്നും മിണ്ടരുത്. മര്യാദക്ക് കാശട പന്നി. നിന്നോട് പറഞ്ഞാൽ മനസ്സിലാവത്തില്ലടാ. നീ ആണ് റിപ്പറോ? ഒരു വികലാംഗൻ മറ്റൊരു വികലാംഗനെ കുത്തിനേറി പിടിക്കുന്നത് ആദ്യമായിട്ടാണ് ഞാൻ കാണുന്നത്. ഞാൻ റിപ്പറൊന്നും അല്ല. ഇവനെനിക്ക് കാശ് തരാനുള്ളതാ. അവന്റെ ഒരു കാശ് കുറച്ചു മുമ്പ് കൂടെ ഞാൻ നിന്നോട് പറഞ്ഞതോളൂ. ശരീരം കേടാക്കണമെങ്കിൽ സ്ഥലം വിട്ട് പോടാ. നിന്നെ കാണിച്ചു തരാടാ പന്നി. ആരാവൻ? എനിക്കറിയില്ല സാർ. തലയ്ക്ക് സുഖമില്ലാത്ത ഏതോ ഒരു പ്രാന്തന. മോന് സുഖമല്ലേ? സാറ് സുഖമല്ലേ? സുഖമായിട്ടിരിക്കുന്നു. ഭാര്യ മക്കളും എല്ലാരും സുഖമായിട്ടിരിക്കുന്നു. സാർ ഇത് മക്കൾക്ക് കൊടുക്കണം. ഈ വികലാംഗൻ മാമന്റെ പ്രസന്റ് അത് പറയണം സാർ. പറയാം. പോട്ടെ സാർ.
എന്തൊരു സ്നേഹമുള്ളൊരു പയ്യൻ. ഇതാണ് ദൈവം എല്ലാവർക്കും എല്ലാം തികച്ചു കൊടുക്കില്ല എന്ന് പറയുന്നത്. എന്ത് പറ്റി സാറേ? പെട്ടെന്ന് കമ്മീഷണർ ഓർത്തു പോയി. പോം അതെ മോച്ചായ. ഓ പിന്നെന്താ സാർ, ആയിക്കോട്ടെ. മായ, പുതിയ അപ്പോയിന്റ്മെന്റാ. ഹലോ. തനിക്ക് കക്ഷിയെ മനസ്സിലായോ? നമ്മുടെ ഗ്രീറ്റിംഗ്സ് കാർഡിന്റെ ബോക്സ് റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് മിസ്സായില്ലേ? ഓ, ആ പോസ്റ്റർ ഒട്ടിക്കുന്ന. യെസ്, അത് തന്നെ. 50,000 രൂപയുടെ കാർഡല്ല, അത് കൊണ്ടുവന്നു വരാൻ തോന്നിയ ഗോപന്റെ മനസ്ഥിതിയോടെ മതിപ്പ് തോന്നിയത്. എനിവേ, ബെസ്റ്റ് ഓഫ് ലക്ക്. താങ്ക് യു. എന്നാ പിന്നെ ഐശ്വര്യമായിട്ട് തുടങ്ങിക്കോളൂ. ശരി സാർ. ഇതെന്താ ഒരു മുന്നറിയിപ്പില്ലാതെ ഇവിടെ? അപ്രതീക്ഷിതമായ കണ്ടുമുട്ടലിന് ഒരു സുഖമില്ലേ? അത് ശരിയാ. എന്ത് തോന്നുന്നു? പോസ്റ്റർ ഒട്ടിക്കലാണോ അതോ ഇതാണോ നല്ലത്? അത് ഇത് തന്നെയാ. എന്താ പറയാ, പ്രേമിക്കുന്നവരും പ്രേമിക്കാൻ പോകുന്നവരും നിരാശരും എല്ലാവരും എത്തുന്ന ലോകമല്ലേ. ഒരു പ്രത്യേക സുഖമുണ്ട്. എന്താ നോക്കണേ? അല്ല, ആദ്യമായിട്ട് വന്നിട്ട് എന്തെങ്കിലും മേടിക്കാതെ പോകുന്നത് ശരിയല്ലല്ലോ. അത് ശരിയാ, പക്ഷെ വില കൂടിയൊക്കെ അപ്പുറത്താണേ. ആ, ഇത് കൊള്ളാലോ. പക്ഷെ ആർക്ക് കൊടുക്കും? ഇഷ്ടമുള്ള ആർക്കെങ്കിലും അയച്ചു കൊടുക്കുന്നേ. ഇഷ്ടമുള്ളവരെന്ന് പറയുമ്പോ എനിക്ക് വീരപ്പനെ വലിയ ഇഷ്ടം. പുള്ളിക്ക് അയച്ചു കൊടുത്താലോ? അത് കൊള്ളാം. വീരപ്പൻ സത്യവനം ഇന്ത്യ എന്ന് വെച്ചാ പുള്ളിയുടെ കയ്യിൽ കിട്ടുകയും ചെയ്യും. അല്ലെങ്കിൽ വേണ്ട, വീരപ്പന് സ്വഭാവമുള്ള മറ്റൊരാൾക്ക് കൊടുക്കാം. അതാരാ? എന്റെ അച്ഛനാ? അല്ല, നമ്മള് തന്നെ. ഞാനോ? ആ, ഇനിയിപ്പോ ഞാനൊന്നും തന്നില്ല എന്ന് പറയരുത്. എന്നാ പിടിച്ചോ. എന്തു പറ്റി? ഏയ്, ഒന്നുമില്ല. ബില്ല് ഞാൻ അവിടെ പേ ചെയ്തോളാം. You are you and I am I, and if by chance we find each other, it's beautiful. കണ്ണുകളൂടാ കരി. നീയാണാ? ഞാൻ വിചാരിച്ച ഞാനാന്ന്. ഓ തമാശ. എടാ, എന്നെ കണ്ടിട്ട് എന്തെങ്കിലും തോന്നുന്നുണ്ടോ? എന്ത് തോന്നാൻ? നിനക്കെന്താ വട്ടായ? അതേടാ, വട്ട് തന്നെ. പ്രേമത്തിന്റെ വട്ട്. പ്രേമോ? അതേടാ പ്രേമം, കൊടുമ്പിരി കൊണ്ട പ്രേമം. ഇവൻ എന്തൊക്കെയാ പറയണേ? എടാ, അവളില്ലേ എവള്? ശീതള്. എടാ, അവക്ക് എന്നോട് പ്രേമമാണ്. എടാ, ഇത് കണ്ടാടാ, ഇത് അവള് തന്നാടാ. മോനെ, ഈ പ്രോഗ്രാം ഇന്നലെ കഴിഞ്ഞതാട്ടോ. ഇന്നെങ്കിലും പോസ്റ്റ് ഒടിച്ച് തീർക്കണം. കാശ് മേടിക്കാനുള്ളതാണേ. അത് നമ്മുടെ ഹരി റിയാസ് ഒക്കെ അല്ലേ? ആ, ഇവറ്റുകൾ ഇതുവരെ പോസ്റ്റ് ഒട്ടിക്കുന്ന ജോലി നിർത്തിയില്ലേ? കൺട്രി ഫെലോസ്. എന്തോ? ഏയ്, ഞാൻ വെറുതെ പറഞ്ഞു. നല്ല ആത്മാർത്ഥമല്ല പിള്ളേർ. കരിമാടിക്കുട്ടാ. കരിമാടിക്കുട്ടൻ നിന്റെ അച്ഛൻ. ചച്ചോ, ഇതാരൊക്കെയാണ്? കോവമൊയിലാലിയാ? ഫെവിക്കോള് പോലെ എപ്പോഴും കൂടെ തന്നെ ഉണ്ടല്ലേ. അതല്ലേലും സ്നേഹമുള്ളവരാകുമ്പോ അങ്ങനെ തന്നെയല്ലേ വേണ്ടേ? അതെ, ഇവന് കൊടുത്ത കാർഡ് ഞങ്ങൾ കണ്ടു. കാലക്കിട്ടുണ്ട്. താങ്ക് യു. താങ്ക്സിലൊന്നും ഒതുക്കണ്ട, നല്ലൊരു ചെലവ് ചെയ്താൽ മതി. അത് മതി. ഇനിയും ചെലവിന്റെ കാര്യം പറഞ്ഞാലുണ്ടല്ലോ, മുട്ടുകാല് തല്ലോടിക്കും ഞാൻ. പോട്ടളിയാ. ഗോപ, നമുക്കേ സ്വാമിനാഥന്റെ ചാപ്റ്റർ ക്ലോസ് ചെയ്യണ്ടേ? നമുക്കാ ഒറ്റയ്ക്ക് അങ്ങോട്ട് ക്ലോസ് ചെയ്താൽ മതി. അന്ന് ബെറ്റ് വെച്ചിട്ട് പോയതല്ലേ. ഞാൻ ചില സൂത്രങ്ങളൊക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ട്. ദൈവമേ, അത് പാളി പോണേ. പോ ഗോപ. തോപ്പാന്നാ? ഗോപാന്ന്. സരോജം, നീ ആ കണ്ണം നിറച്ചേ. ഇവിടെ വെച്ച് വേണ്ട, ആരെങ്കിലും കാണും. അയ്യോ, അതിനല്ല. നീ ആ കണ്ണം കടച്ചിട്ട് കൈ നീട്ടിയേ. ശരി, കണ്ണടച്ചു, കൈ നീട്ടി. ഇന്നാ നീ ചോദിച്ച സാധനം. ഹായ്, മൊബൈൽ ഫോൺ. ഇത് ഹാൻഡ്സ് ഫ്രീ കിട്ടിയില്ലേ? പിന്നെ അതൊക്കെ കിട്ടി. ഇതല്ല, മറ്റേ ഹാൻഡ്സ് ഫ്രീ. ആ, ഹാൻഡ്സ് കടക്കാരൻ ഫ്രീ ആയിട്ട് തന്നതാണ്. എന്റെ പോക്കറ്റും ഫ്രീ ആയി. വൈദ്യണ്ണ, നമ്മുടെ കാര്യത്തിനൊരു തീരുമാനം ഉണ്ടാക്കണം. അത് നമ്മ തീരുമാനിച്ചു ഉറപ്പിച്ചതല്ലേ സരോജം? ഗോപ, ഞാനൊരു സർപ്രൈസ് കാണിച്ചു തരട്ടെ? എന്താ? അങ്ങോട്ട് നോക്കി.
വൈദ്യുതി മര്യാദയ്ക്ക് ആഹാരം ഒന്നും കഴിക്കാറില്ലേ? ആകെ ക്ഷീണിച്ചു പോയി. എന്റെ കയ്യിൽ കിട്ടട്ടെ, ശരിയാക്കി തരാൻ ഞാൻ. ഓഹോ, അപ്പൊ ഇതിന്റെ ഇടയ്ക്ക് ഇങ്ങനൊരു ചുറ്റിക്കളി ഉണ്ടായിരുന്നോ? അത് ശരി. ഇത്രയും നാൾ നമ്മുടെ മുമ്പിൽ കീരിയും പാമ്പും അഭിനയിക്കായിരുന്നല്ലേ? വാ, എന്താ പറയണ നോക്കാം. വേണ്ട ഗോപ. താൻ പാടോ, ഇതൊക്കെ ഒരു രസമല്ലേ? ആ കാറിന്റെ സൈഡിൽ നിന്ന് നീല ഷർട്ടിട്ട് പഞ്ചാരടിക്കുന്നവനാ. എൻജോയ് മനസ്സിലായല്ലോ? എന്തു പറ്റി? തല തല്ലി പൊളിക്കണം. എന്റെ അല്ലടാ, അവന്റെ. ഓ, ഇനി അവൻ ആരും പറ്റിക്കരുത്. ചെല്ലേ. സരോജം, വല്ലപ്പോഴും എന്റെ പിറന്നാളിന് എന്റെ ഡാഡി സ്വിറ്റ്സർലൻഡിൽ നിന്ന് അയച്ചിരുന്ന സ്വിസ് ബോക്സുകളായിരുന്നു എനിക്ക് എന്നും ആശ്വാസം. ഈ പന്നി കാരണം ഞാൻ തല്ലുകൊണ്ടതിന് കയ്യും കണക്കൂല. ഇങ്ങനെ വിഷമിക്കല്ലേ വൈദ്യണ്ണ. ഇനി ഞാനില്ലേ സ്വീറ്റ്സ് ഒക്കെ തിന്നു തീർക്കാൻ. നിന്നെയും സ്വന്തമാക്കി എനിക്ക് എത്രയും പെട്ടെന്ന് എന്റെ ഗ്രാമത്തിലേക്ക് കുതിക്കണം. അതെവിടെയാ? സ്വിറ്റ്സർലൻഡ്. ഇതിന്റെ ഇടക്ക് അവൻ മുങ്ങിയാ. ആരാ ഗോപ അയാള്? എനിക്കറിയില്ല, കണ്ടിട്ട് സരോജത്തിന് ആംഗ്ലയാന്നോ തോന്നണേ. വാ, പോവാ. അങ്ങനെ പോകട്ടെ. നോക്കി നിൽക്കാണ്ട് ഇവിടെ തല തല്ലി പൊളിക്കണം. എടാ പന്നിനെ പോലെ ഓടിച്ചിട്ട് പിടിക്കണ. എടാ നിക്കണം. നിന്നോടല്ലടാ. എടാ പണ്ടാരക്കാല അവിടെ നിൽക്കാം. എടാ എന്നിട്ട് ഓടിക്കണടാ. എടാ എനിക്ക് ആവത്തില്ലാത്താണ്. എന്റെ മുതലാളി, നീ എന്തെങ്കിലും കഴിച്ചിട്ടോ? എടാ ഓടാന്ന്. എടാ നിന്നോടല്ല, നിന്നോടാണ്. എടാ എന്താ മുതലാളി? ഓ നിങ്ങൾ വാഴ കഴുതേ. എന്താടാ? എന്നെ ഒന്നും ചെയ്യില്ല സാറേ. എന്നെ പഠിച്ചിട്ട് അവർ രക്ഷപ്പെട്ട് കളഞ്ഞതാ. ഹലോ. ഹലോ മാഡം, ഞാൻ ശീതളാണ്. സ്വാമിനാഥനെ കുറിച്ച് അറിയണ്ടേ? നാളെ രാവിലെ 9 മണിക്ക് ലേക്ക് വ്യൂവിൽ വന്നാ മതി. ഹലോ സർ, ശീതളാണ്. സ്വാമിനാഥനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് അറിയണ്ടേ? ഒന്നുകിൽ ഒരു പൊട്ടിത്തെറി, അല്ലെങ്കിൽ ഒരു തീരുമാനം. എന്തെങ്കിലും ഒന്ന് സംഭവിക്കണമല്ലോ. അപ്പൊ വേണമെന്ന് വെച്ചാൽ രണ്ടുപേർക്കും ഒരുമിച്ച് വരാൻ അറിയാം. സ്വാമിനാഥൻ എവിടെ? നീ അത് പറ. സ്വാമിനാഥൻ വരും. എപ്പോ? സ്വാമിനാഥൻ പറഞ്ഞൊരു കണ്ടീഷൻ അംഗീകരിക്കുകയാണെങ്കിൽ. നിങ്ങൾ ഒരുമിക്കണം. അതൊന്നും നടക്കില്ല. നടക്കരുത്. അതന്നെയാണ് എന്റെ അഭിപ്രായം. പേരും പ്രശസ്തിയുള്ള ലീഡിംഗ് അഡ്വക്കേറ്റ്, സ്വന്തം ഭാര്യയാണെങ്കിലും ഒരു സ്ത്രീയുടെ മുമ്പിൽ തല കുനിച്ചു എന്ന് പറഞ്ഞ മോശമല്ലേ? മകൻ തിരിച്ചു വന്നില്ലെങ്കിലും വേണ്ടില്ല, മുട്ടുമടക്കരുത്. മാഡമോ അതെ, തല താഴ്ത്തരുത്. ആഫ്റ്റർ ഓൾ സ്വന്തം മകന് വേണ്ടിയെങ്കിലും ഒരു സാക്രിഫൈസ് ചെയ്യരുത്. പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ എന്റെ മോനോട് ഞാൻ പറഞ്ഞോളാം. അവൻ എവിടെ ഉണ്ടെന്ന് പറ. അഡ്രസ് ഒന്ന് ഞാൻ കണ്ടുപിടിച്ചോളാം. മകന് നിങ്ങളെ കാണണ്ടെങ്കിലോ? മോളെ കാര്യം എന്താന്ന് വെച്ചാ പറ. എന്റെ അങ്കിൾ ഇവർ ഒരുമിച്ചാലേ വരൂ എന്നുള്ള വാശിയില്ല സ്വാമിനാഥൻ. സ്വന്തം മക്കളെ കുറിച്ച് ഏത് അച്ഛനമ്മമാരും ഒരു ദിവസമെങ്കിലും ഓർക്കാതിരിക്കോ? നാളെ സ്വാമിനാഥന്റെ പിറന്നാളാ. അതുപോലെ ഇവര് മറന്നിട്ടുണ്ടാവും. എന്നിട്ട് മകനെ കുറിച്ച് അന്വേഷിക്കാൻ നടക്കുന്നത്. അങ്കിൾ വന്നേ. നിന്നെ 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 ഇപ്പൊ എനിക്കൊരു കാര്യം ഉറപ്പായി. ആ പട്ടിണി കുട്ടിയെ കുറിച്ച് മോൾക്കറിയാം. എങ്ങനെ അറിയാൻ? അല്ലെങ്കിൽ പിന്നെ ബർത്ത്ഡേയുടെ കാര്യം കൃത്യമായിട്ട് പറഞ്ഞതോ? ഓ അതോ, അത് ഞാൻ എന്നാ വൈദ്യനാഥ പട്ടർക്ക് മദ്യം വാങ്ങിച്ചു കൊടുക്കാൻ ചെന്നപ്പോ ചോദിച്ച് മനസ്സിലാക്കിയതല്ലേ. ദേ പിന്നെയും കൺഫ്യൂഷൻ. സത്യമായിട്ടും പറ, സത്യാണോ? സത്യമായിട്ടും സത്യ. എന്നാ പിന്നെ അവരെന്തിനാ വെറുതെ ടെൻഷൻ അടിപ്പിക്കണേ? എത്രയും വേഗം തെറ്റ് സമ്മതിച്ച് ഒഴിയാൻ നോക്ക്. കളിച്ച് കളിച്ച് അവസാനത്ത് തീക്കളിയാവും. ഈശ്വര, ഇപ്പൊ തന്നെ എനിക്ക് ആവശ്യത്തിലേറെ ടെൻഷൻ ഉണ്ട്. അവിടെ ധാരാളം ഉണ്ടെന്ന് വെച്ചാൽ അത് മുഴുവൻ എന്തിനാ ഈ പാവത്തിന്റെ തലയിൽ കെട്ടിവെക്കണേ? മാഡം, ഭക്ഷണം എടുത്തു വെച്ചിട്ടുണ്ട്, കഴിച്ചോളൂ.
ഒരു പുഷ്പാർച്ചന. ആ പേരും നാളും പറഞ്ഞോളൂ. സ്വാമിനാഥൻ അനിഴം. ആ രണ്ടുപേരുടെയും പിണക്കമൊക്കെ തീർന്നുല്ലേ? സന്തോഷായി. പുഷ്പാർച്ചന, സ്വാമിനാഥൻ അനിഴം. ഹൈ, അപ്പൊ ശത്രുത മാറിയില്ലേ?